പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ കാലഘട്ടത്തില് ഈ ശപിക്കപ്പെട്ട മണ്ണില് അന്ധകാരത്തിന്റെ ശക്തി അതിപ്രബലമായിരിക്കുന്ന ഈ ലോകത്തില് അങ്ങയുടെ മക്കള് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുകയാണല്ലോ. അപകടങ്ങളെ വെളിപ്പെടുത്തി തന്നുകൊണ്ട്, അന്ധകാരത്തിലെ ശക്തികളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ജാഗ്രതയോടെ ശ്രദ്ധിച്ചു ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണല്ലോ. കർത്താവെ, അങ്ങയുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മക്കളുടെ കരുത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ധീരതയോടെ മുന്നോട്ട് പോകാൻ വേണ്ട വലിയ അഭിഷേകം വിടുതലായി, സംരക്ഷണമായി, സൗഖ്യമായി, സമാധാനമായി, ധൈര്യമായി അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇതിനായി കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കരബലം, അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തില്, ഇവരുടെ കുടുംബത്തില് ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സേവിച്ച് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മളെ ഈ ദിവസങ്ങളിലൊക്കെ പല പല അപകടങ്ങളും കാര്യങ്ങളും പൈശാചിക പ്രവൃത്തികളും കെണികളും, നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന പ്രലോഭനങ്ങൾ, കൂട്ടുകാര് അവരെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ചില വർഗങ്ങള്, ഇരുട്ടിലേക്ക് നയിക്കുന്ന ചില പൈശാചികമായ പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിശക്തമായ പ്രാർത്ഥനയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തില് നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. യാക്കോബിനെ ഹെറോദേസ് കൊന്നു, ശിരച്ഛേദം നടത്തി. അത് കഴിഞ്ഞപ്പോ അത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് ഈ ഹെറോദേസ് നമ്മുടെ പത്രോസ്ലീഹായെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിന് അടച്ചിരിക്കുക. ഇതെങ്ങനെയാണ്? ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് 4 വീതം 4 പടയാളികൾ എന്ന് പറഞ്ഞാൽ 4 × 4 16 പടയാളികൾ കാവൽ നിൽക്കുന്ന ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളില് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പിറ്റേ ദിവസം വിചാരണ ചെയ്ത് കൊല്ലാൻ പോകും. അതിനു വേണ്ടിയിട്ടിരിക്കുന്ന സമയം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പല മക്കളും. കാരാഗ്രഹത്തില് പല പല ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് ചില ശത്രുക്കളായ പടയാളികൾ, കൂട്ടുകെട്ടുകള്, ചില സ്വാധീനങ്ങള് അങ്ങനെ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തില് പെട്ടുകിടക്കുന്ന അനേക മക്കളുണ്ട്. മദ്യപാനത്തിന്റെ, മൊബൈലിന്റെ, കൂട്ടുകെട്ടിന്റെ, ലവ് ജിഹാദിന്റെ, ഭക്ഷണാസക്തിയുടെ, രാത്രി സഞ്ചാരത്തിന്റെ, പബ്ബുകളുടെ, ഇങ്ങനെയുള്ള പല പല ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് പടയാളികളാൽ എന്താ പറയാ കാവലേർപ്പെടുത്തപ്പെട്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഗതികെട്ട അവസ്ഥ. അച്ഛനെ ഈ കണ്ണുനീരും നിലവിളിയും ഓരോ ദിവസവും ഇഷ്ടം പോലെ കേൾക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 12-ാം അധ്യായത്തില് വായിക്കാണ്, സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? ഈ കിടക്കുന്ന പത്രോസ്ലീഹായ്ക്ക് വേണ്ടി സഭ, വിശ്വാസ സമൂഹം ഒരുമിച്ച് എന്ത് ചെയ്തു? തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കൂട്ടായ്മ അതിനു വേണ്ടിയുള്ളത്. എന്റെ വേദന എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന അടിക്കടി ആളുകൾ കൂടിക്കൂടി വരേണ്ട പ്രാർത്ഥനയാണ്. പക്ഷെ എന്റെ വേദന എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു വേദനയൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് തന്ന ദൗത്യമായതുകൊണ്ട് ഞാനൊട്ടും മടുക്കാതെ എത്ര തിരക്കുണ്ടേലും ഈ വില അറിയാവുന്നതുകൊണ്ടും ആവശ്യം പറയുന്നു, ഒരാളെങ്കിലും ഒരാള് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ മുടങ്ങാതെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ സഭ മുഴുവനും ഇന്ന് പല പല കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. എന്നാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ അവർ രക്ഷപ്പെടണം,
അതിനുവേണ്ടി തീഷ്ണമായിട്ട് സഭ മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കള്, യുവമക്കള്, ഞാൻ പറഞ്ഞില്ലേ, അവരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ മാധ്യമങ്ങള്, മീഡിയ, കൂട്ടുകെട്ട്, ഭക്ഷണാസക്തി, അതിൽ കയറ്റുന്ന പൈശാചിക വശീകരണ ശക്തികള്, ലഹരി, വ്യഭിചാരം, മ്ലേച്ഛത, എന്റെ മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ. ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്റെ മക്കളെ? അതുകൊണ്ട് അച്ഛനെ ആവർത്തിച്ച് ചിലപ്പോ നാണം കെട്ടിട്ടെന്ന പോലെ പറയണേ, നിങ്ങൾ പങ്കുവെച്ചു കൊടുക്ക്, അനേകര് പ്രാർത്ഥിക്കട്ടെ, അനേകർ ഒരുമിച്ച് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചാവണ വരെ പറയും. അതെന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സഭ മുഴുവൻ ഇരിക്കുന്ന സമയത്ത് എന്താ പറ്റിയേ? കാരാഗൃഹത്തില് എന്താ സംഭവം അറിയോ? അങ്ങനെ പടയാളികളെ അവരെല്ലാം ഉറങ്ങിയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനോട് അവന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ച് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. പിന്നീട് ഈ ദൂതൻ പത്രോസ്ലീഹായ കവാടങ്ങളൊക്കെ കടത്തി ഇതാ ഒരു ഭവനത്തിലേക്ക് എത്തിക്കുക. ആ ഭവനമാണെങ്കിലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസ്ലീഹായ്ക്ക് വേണ്ടി രാത്രിയുടെ നീണ്ട യാമങ്ങൾ ആ ഭവനം മുഴുവനും പ്രാർത്ഥിക്കാണ്. നമുക്ക് അവര് യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, അനേകം പേര് ആ ഭവനത്തില് ഒരുമിച്ച് കൂടി പത്രോസ്ലീഹായ്ക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങള് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷപരിധിയായി. വാതിൽ തുറക്കുന്ന കാര്യം മറന്ന്, കണ്ടോ, സ്വരം കേട്ടു, വാതിൽ തുറക്കണ കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്ക് നിൽക്കുന്നു എന്ന് അറിയിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട്, നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതൻ എന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ? ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ആരൊക്കെ പ്രാർത്ഥിച്ചോ? ആ കൂട്ടായ്മയിലേക്ക് ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തില് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ പത്രോസ്ലീഹായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. ഇതൊരു ഭയങ്കര അത്ഭുതം. അതായത് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ, സഭ തീഷ്ണമായി പ്രാർത്ഥിച്ചോ, അവന് കർത്താവ് ആ കാരാഗൃഹത്തിൽ നിന്ന് ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് അങ്ങോട്ട് തന്നെ കൊണ്ടുചെന്നു. ഇത് ഭയങ്കര ഒരു സംഭവങ്ങളെ. അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് തീഷ്ണമായി പ്രാർത്ഥിക്കുമ്പോ അങ്ങ് ദൂരെ ബന്ധിക്കപ്പെട്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കിടന്ന മക്കളെ വിടുവിച്ച് കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ നോക്കിക്കോ. നിരന്തരമായിട്ട് തീഷ്ണമായിട്ട് ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി കെട്ടപ്പെട്ട്, ഞാൻ പറഞ്ഞില്ലേ, കാരാഗൃഹത്തില്, കൂട്ടുകെട്ടില്, ജഡികാസക്തിയില്, മദ്യത്തില്, ലഹരിയില്, രാത്രി കാലങ്ങളിൽ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിച്ച് ആ കെട്ടഴിച്ച് ബന്ധിച്ച് തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് കർത്താവ് നമ്മുടെ മക്കളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. അച്ഛൻ അങ്ങനെ കുറെ അനുഭവമുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, നിരന്തരമായി പ്രാർത്ഥിച്ച ചില അമ്മമാരുടെ മക്കള്, ഈ കഴിഞ്ഞ ശനിയാഴ്ച വന്ന് കുറച്ച് മക്കള്, അച്ഛാ പ്രാർത്ഥനയുടെ ഫലമായി അവന് ബോധ്യം കിട്ടി. ആ മകനാണെങ്കിലും മക്കളാണെങ്കിലും സന്തോഷത്തോടെ
കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു, അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ട് മക്കളെ, ഈ പ്രാർത്ഥന വെറുതെ അല്ല. ഇതൊന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം, മുടങ്ങാതെ പ്രാർത്ഥിക്കാം. രാത്രി കണ്ടോ, പത്രോസ്ലീഹ അവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് രാത്രി കർത്താവ് ഈ പത്രോസ്ലീഹയെ മോചിപ്പിച്ച് ആ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് തന്നെ കൊണ്ടുവരണം. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളായി നമ്മളും വൈദികരായ നമ്മളും കന്യാസ്ത്രീമാരും മക്കൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ട് നശിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ആഗ്രഹിച്ചിട്ടും പിശാചും ശത്രുവും കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇടപെടത്തക്ക വിധം തീഷ്ണമായി പ്രാർത്ഥിക്കണം. രാത്രിയിൽ പ്രാർത്ഥിക്കണം. കൂട്ടായ്മയിൽ വിശ്വാസ സഭ മുഴുവനും അവന് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമൂഹത്തിന്റെ ബലം കൂടണം, ആളുകൾ കൂടണം, സഭ മുഴുവനും ഒരുമിക്കണം. കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, മക്കൾ ബന്ധനത്തിന് മോചനം പ്രാപിക്കാൻ, കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ, കർത്താവിന്റെ ദൂതൻ ഇടപെടാൻ വേണ്ടി ഇത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികാനുസാരത്തിൽ പ്രാർത്ഥിക്കാം. വീണ്ടും വീണ്ടും അച്ഛൻ പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഈ ശുശ്രൂഷ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഈ കാര്യങ്ങളൊക്കെ അനേക മക്കളോട് പറയണം. അത് പ്രാർത്ഥിച്ചിട്ട് ഷെയർ ചെയ്യണം. അവർ കാണണം. ഇതാണ് വഴി, ഈ സത്യം, ഈ പ്രാർത്ഥന, ഈ ഒരു തിരിച്ചു പിടിക്കൽ നമ്മൾ ചെയ്യണം. ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി ധ്യാനങ്ങൾക്കിടയിലാണ് മക്കളെ ഈ ശുശ്രൂഷ മുടങ്ങാതെ മുന്നോട്ട് പോകുന്നത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയാണ്, നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓശാന ഞായർ അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ വിശുദ്ധ കുർബാന സ്ഥാപനം, കുരിശിലെ മരണം, രക്ഷാകര പ്രവൃത്തികൾ, ഉത്ഥാനം, അതിന്റെ മഹത്വം എല്ലാം പങ്കെടുത്തുകൊണ്ട് ദൈവത്തിന്റെ കരുണ, മഹത്വത്തിന്റെ സമ്പന്നത നമ്മൾ സ്വീകരിക്കുന്ന ദിവസങ്ങളാണ്. ദുഃഖ വെള്ളിയാഴ്ച മുതൽ പുതു ഞായറാഴ്ച വരെ ദൈവകരുണയുടെ നൊവേനയും തിരുനാളും നമ്മൾ ആഘോഷിക്കും. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഈ വർഷം അതിശക്തമായ ഒരുക്കത്തോടെ നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുക. നിങ്ങളെല്ലാവരെയും അച്ഛൻ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ നിത്യാരാധന, നമ്മുടെ ഗാർഡൻ, ഇവിടെ വ്യാകുല മാതാവ്, കൗൺസിലിംഗ് ഈശോ, പരിശുദ്ധ കർമ്മല മാതാവിന്റെ ഗ്രോട്ടോ, വിശുദ്ധരുടെ കൊച്ചു കൊച്ചു കൂടാരങ്ങള്, ഇവിടെയൊക്കെ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ക്ഷണിക്കണം. അടുത്ത ധ്യാനം വരുന്നത് 20, 21, 22 ഈ മാസം. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, പങ്കെടുക്കുക. ഈസ്റ്റർ മുമ്പുള്ള അവസാനത്തെ ഇവിടുത്തെ ധ്യാനമാണത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കും. പിന്നീട് നമ്മുടെ 2 ധ്യാനങ്ങൾ അടുത്ത മാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനെല്ലാം ഉപരി നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുക. ദൈവകരുണയുടെ തിരുനാളിന് നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. എല്ലാവരെയും ക്ഷണിക്കണം, ഇപ്പൊ തന്നെ ക്ഷണിക്കണം. പുതു ഞായറാഴ്ച ദൈവകരുണ തിരുനാൾ ദിവസം രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാന, അതിനുശേഷം ദൈവകരുണയുടെ സന്ദേശമൊക്കെ സ്വീകരിച്ച് കരുണയുടെ ഒരു ഛായാചിത്ര പ്രദക്ഷിണം നമ്മൾ വയ്ക്കും. എല്ലാവർക്കും ഒരു ഛായാചിത്രം നൽകിയിട്ട് ഇതുമായിട്ട് പ്രദക്ഷിണം നമ്മൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരുണ സ്വന്തമാക്കി ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നമ്മെ, നമ്മുടെ മക്കളെയും അനയിക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയണം, പ്രാർത്ഥിക്കണേ. ഇത്രയും ശുശ്രൂഷകളാണ്. ശുദ്ധാത്മാവ് അച്ഛനെ ബലപ്പെടുത്തി നയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരീക്ഷ എഴുതുന്ന മക്കളെ പ്രത്യേകം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി പിള്ളേരുടെ വാല്യുവേഷൻ, നല്ല മാർക്ക്, നല്ല റിസൾട്ട്, നല്ല തീരുമാനങ്ങൾ, ഉപരിപഠനം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ആർക്കെങ്കിലും അച്ഛനാകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അച്ഛനും ഞാൻ പറഞ്ഞു, അച്ഛനും ഇവിടുന്ന് കോൺടാക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുള്ള, അഭിഷേകമുള്ള വൈദികരുണ്ടാകണം. അവിടെയും ഇവിടെയും എവിടെയും പിള്ളേരെ പറഞ്ഞു വിടരുത്. അതിന് കുറെ കാര്യങ്ങളുണ്ട്. പിന്നീട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അച്ഛനോട് നേരിട്ട് സംസാരിക്കാം. ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കും. വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സന്യാസിനിമാരാകാനുള്ള മക്കൾക്ക് വേണ്ടി, സന്യാസ സഭകൾക്ക് വേണ്ടി, ടീച്ചർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
അച്ഛൻ പറയുന്നുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടുന്ന കർത്താവാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് എപ്പോഴും ഉത്തരം നൽകുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനത്തിൽ അങ്ങ് പറഞ്ഞില്ലേ, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്നത്. കർത്താവേ, സഭ മുഴുവനും കാരാഗൃഹത്തില് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് പടയാളികളാൽ കാവലേർപ്പെടുത്തപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടല്ലോ. ആ പ്രാർത്ഥിച്ച സമൂഹത്തിന് മുമ്പിലേക്ക് തന്നെ പത്രോസ്ലീഹായെ മോചിപ്പിച്ച രാത്രിയിൽ അങ്ങ് കൊണ്ടുവന്നല്ലോ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം തരുമെന്ന് ഞങ്ങൾക്കറിയാം. അനേകം അനുഭവങ്ങളിലൂടെ, അനേക സാക്ഷ്യങ്ങളിലൂടെ ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങ് വിടുവിക്കണമേ, ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ കർത്താവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അരികിലേക്ക് തന്നെ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, വീട്ടിലേക്ക് തന്നെ ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് അനേക മക്കളെ അങ്ങ് മോചിപ്പിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തോട്, ഈ ശുശ്രൂഷയോട്, ഈ പ്രാർത്ഥനയോട്, ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കത്തക്ക വിധത്തില് അനേകം ബന്ധിക്കപ്പെട്ട മക്കളെ കർത്താവെ മോചിപ്പിച്ച് അങ്ങ് കൊണ്ടുവരണമേ. സ്വർഗത്തിന്റെ ഇടപെടല്, ദൂതന്റെ ഇടപെടല് ഞങ്ങളുടെ മക്കൾക്ക്, ഈ ബന്ധിക്കപ്പെട്ട മക്കൾക്ക്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന ശക്തി, ചങ്ങലകളെ അഴിച്ചു മാറ്റിയ ശക്തി, പടയാളികളെ തകർത്തെറിഞ്ഞ ശക്തി, ആ വലിയ ശക്തി പ്രകടമാകാൻ വേണ്ടി നമ്മുടെ മക്കളുടെ അവസ്ഥകളെ, ചങ്ങലകളെ, കാരാഗ്രഹത്തെ, ബന്ധനങ്ങളെ, കെട്ടുകളെ, ശത്രുക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ മോചനം പ്രാപിക്കട്ടെ, അനേക മക്കൾ തിരിച്ചു വരട്ടെ, അനേക മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അനേക മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, സഭ മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു സഭാ സമൂഹത്തെ കർത്താവെ ഈ പ്രാർത്ഥനയിൽ അങ്ങ് കൂട്ടിച്ചേർക്കണമേ. കർത്താവെ, ഇത് പോരാ, ഇനിയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മക്കള് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ഒരുമയോടെ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച മക്കളെ നമ്മുടെ ഈ പ്രാർത്ഥനയിലേക്ക് അനേക മക്കൾ ആകർഷിക്കപ്പെടാൻ, അനേക മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ച്. സ്വർഗത്തിന്റെ ആഗ്രഹമാണ് മക്കളെ. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ലാത്തവരായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥമായ പ്രാർത്ഥന കർത്താവെ ഒരുമിച്ച് കൂടട്ടെ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവകരുണയുടെ തിരുനാൾ യോഗ്യതയോടെ ആഘോഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച്, ഉന്നതമായ അഭിഷേകത്താൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച്. ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ക്രമങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വലിയൊരു പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ അങ്ങ് കൂട്ടിച്ചേർക്കണമേ. ഏക മനസ്സോടെ രാത്രിയിലുമൊക്കെ വലിയ ആഗ്രഹത്തോടെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഈ കൂട്ടായ്മ അങ്ങ് വളർത്തണമേ. അനേകം മക്കളെ വിടിവിക്കുന്ന വലിയൊരു കൂട്ടായ്മയായിട്ട് പ്രാർത്ഥനയായിട്ട് ഈ പ്രാർത്ഥന മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.